എല്ലാവർക്കും വൈറ്റ് പീനട്ട് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ചിക്കൻ സ്വീറ്റും സ്പൈസിയുമാണെങ്കിൽ ഒരു വെറൈറ്റി തന്നെയായിരിക്കും. അത് ചപ്പാത്തിയിൽ റോൾ ചെയ്താലോ അതിഗംഭീരവും. അങ്ങനെ ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി റോളാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. സ്വീറ്റ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനായി 2 ടേബിൾ സ്പൂൺ ഹണി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ്ചർ റെഡിയായി കഴിഞ്ഞാൽ അതിലോട്ട് 300 ഗ്രാം ചിക്കൻ ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ ഇളക്കി യോജിപ്പിച്ച ശേഷം 15 to 30 മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. ഒരു പാനിൽ 1/2 കപ്പോളം എണ്ണയൊഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ചിക്കൻ ഇട്ട് കഴിയുമ്പോൾ തന്നെ അടുപ്പ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. തേൻ ചേർത്തേക്കുന്നത് കൊണ്ട് അടി കരിയാനുള്ള ചാൻസ് ഉള്ളത് കാരണം ഏകദേശം ചിക്കൻ ഇട്ട് 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും മറച്ചിടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചിക്കൻ അധിക നേരം എണ്ണയിലിട്ട് ഫ്രൈ ആക്കാൻ നോക്കരുത്, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാവുള്ളൂ. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പിന്നീട് അതിലോട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കുക. പിന്നീട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. പൊടികൾ ഇടുന്നതിന് മുമ്പ് തന്നെ അടുപ്പ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം. പിന്നീട് അതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ജ്യൂസ് ചേർത്ത് നന്നായി തിളപ്പിക്കുക. മസാല നന്നായി വെന്ത് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. സ്പൈസി മസാല റെഡിയായി കഴിഞ്ഞാൽ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലയിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ചിക്കൻ ഏകദേശം റെഡിയായി കഴിഞ്ഞാൽ അവസാനമായി 1 ടേബിൾ സ്പൂൺ നെയ്യും 1-2 ഇതൾ കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ റെഡിയായി കഴിഞ്ഞാൽ അത് റോളാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ചപ്പാത്തിയിലേക്ക് മയണൈസ് തേച്ച് കൊടുക്കുക. പിന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചപ്പാത്തിയുടെ നടുവിലായി വെച്ച് കൊടുക്കാം. അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചിക്കൻ്റെ ഇരുവശങ്ങളിലായി വെച്ചു കൊടുക്കാം. പിന്നീട് ചപ്പാത്തി 2 സൈഡിൽ നിന്നെടുത്ത് റോൾ രൂപത്തിലാക്കി മാറ്റുക. റോൾ രൂപത്തിലാക്കി മാറ്റിയ ചപ്പാത്തി ഒരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞെടുക്കുക. ഈ സ്വീറ്റ് സ്പൈസി ചിക്കൻ റോൾ നിങ്ങൾക്ക് സ്നാക്സ് ആയോ ലഞ്ചിൻ്റെ കൂടെയോ സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. See you with another video. Thanks for watching.